യേശുവിനെ കാണുവാനും കേൾക്കുവാനും വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തന്നെ തിക്കിയും തിരക്കിയും മുട്ടിയും പോയിക്കൊണ്ടിരുന്ന ഒരാൾക്കൂട്ട മധ്യത്തിൽ ഒരാൾ യേശുവിനെ തൊട്ടു. 12 വർഷമായി രക്തം നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്ന രോഗമുള്ള ഒരു സ്ത്രീ യേശുവിനെ തൊട്ടു. ഉള്ള പൈസ എല്ലാം ഡോക്ടർമാർക്ക് കൊടുത്ത് തീർന്നിട്ടും സൗഖ്യമാകാത്ത രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊട്ടു. അത് ഗുട്ടച്ചാന്നോ ബാട്ടച്ചാന്നോന്നൊന്നും അറിയില്ല. പക്ഷെ യേശു പെട്ടെന്നൊന്നറിഞ്ഞു, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഉടനെ അവളും അറിഞ്ഞു, രക്തത്തിൻ്റെ ഒഴുക്ക് നിന്നിരിക്കുന്നു. ഉടനെ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും പേര് തള്ളുന്നു, മുട്ടുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, ഉരസുന്നു, ഇതിൻ്റെ ഇടയിൽ ആര് തൊട്ടു എന്നാ യേശു പറഞ്ഞു, അല്ല, ഒരാൾ എന്നെ തൊട്ടു. അത് തൊടുന്നതിന് മുമ്പ് രക്തസ്രാവക്കാരി ഉള്ളി പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൊട്ടു. എങ്ങനെയോ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ ആഞ്ഞ് എത്തി ഒപ്പിച്ചു തൊട്ടു. വിശ്വാസത്തോടുള്ള ടച്ച്, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ടച്ച്, മനസ്സിൽ പറഞ്ഞുകൊണ്ടുള്ള ടച്ച്. തൊട്ടാൽ സൗഖ്യമാകുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിലെ വിശ്വാസം കൺഫസ് ചെയ്തുകൊണ്ട്, ഫെയ്ത്തും കൺഫഷനും ഒരുമിച്ച് ചേർന്നുള്ള ടച്ച്, യേശുവിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന ശക്തിയെ വലിച്ചെടുക്കുന്ന ടച്ച്. എല്ലാവരും കൂടി അത്ഭുതപ്പെട്ടു പോയ നിമിഷം. എല്ലാവരും മുട്ടി, ഒരാൾ തൊട്ടു. ദ ബെസ്റ്റ് ടച്ച്. ഇന്നും ഇപ്പോഴും എപ്പോഴും യേശുവിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തിയുടെ ഉറവിടമായ യേശുവിനെ തൊട്ട് മറുപടി പ്രാപിക്കാൻ ഇടയാകട്ടെ. വിത്ത് ദ ബെസ്റ്റ് ടച്ച്.